വന്ദേമാതര ആലാപന വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടാവുകയാണ്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് 2 അഭിഭാഷകർ ദില്ലിയിലും പരാതി നൽകി. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയുണ്ട്. ശ്രീനഗറിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയോടും രാജ്യത്തെ ജനങ്ങളോടും സോണിയാഗാന്ധി കൈകൂപ്പി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. എന്നാൽ വിവാദം ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. कांग्रेस पार्टी के मुख्यालय पर वंदे मातरम का गान हो रहा था। चालू गान में कांग्रेस की नेत्री सोनिया जी ने कांग्रेस अध्यक्ष को गान रोकने का कहा। BJP എന്ത് ആയുധമായിട്ട് ഉപയോഗിച്ച കാര്യം അവർക്കെല്ലാം ആയുധമാണല്ലോ. വന്ദേ മാതരമായാലും സ്വാതന്ത്ര്യ സമരമായാലും ദേശീയ ഗാനമായാലും അവർക്കൊക്കെ എല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ, കൂടുതൽ പരാതികൾ വരികയാണ്. സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അടക്കം പരാതികൾ വരികയാണ്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം കഴിഞ്ഞ CJP പ്രൊട്ടസ്റ്റിന്റെ കാലത്ത് അതിനുശേഷം പാർലമെന്റ് സമയത്തൊന്നും യാതൊരു കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഏതെങ്കിലും ഒരു വേദിയിലെത്തിയില്ല. പക്ഷേ ഈ കാര്യത്തിൽ ആഞ്ഞടിക്കുകയാണ്. മാധു, AICC ആസ്ഥാനത്തെ വന്ദേമാതരം ആലാപന വിവാദം മൂർച്ചയുള്ള രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. BJP ദേശീയ നേതൃത്വം, സംസ്ഥാന നേതൃത്വങ്ങളിലും സാമ്യമുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം പരാതി ഉയർന്നത് കർണാടകയിലാണെങ്കിൽ ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ദില്ലിയിലാണ്. ദില്ലിയിൽ 2 അഭിഭാഷകരാണ് സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് IP എസ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബവും ഇപ്പോൾ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കർശന നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും കോലം കത്തിച്ചായിരുന്നു ശ്രീനഗറിൽ BJPയുടെ പ്രതിഷേധമുണ്ടായത്. കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം സംഘർഷഭരിതമായതോടുകൂടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു പോലീസ്. എന്തായാലും ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അയോധ്യ സംഭാവന കൊള്ള, ഒപ്പം തന്നെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയടക്കം വഴിതിരിച്ചു വിടാനുള്ള BJPയുടെ ഗൂഢശ്രമമാണ് നടക്കുന്നതെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. തുടർ ദിവസങ്ങളിലും സോണിയാഗാന്ധിക്കെതിരെ കൂടുതൽ പരാതികൾ അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകാനാണ് BJPയുടെ തീരുമാനം, ഒപ്പം പ്രതിഷേധവും. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.